ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ നമ്മൾ ഇതേണ്ട റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയേക്കോ കേട്ടോ. അതുകൊണ്ട് സ്കൂളിലോട്ടും ഹസ്ബൻഡ് ഓഫീസിലോട്ടും ഒക്കെ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാനും പോകുമല്ലോ ആ കൂടെ. അപ്പം നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഇവനെ സ്കൂളിൽ വിട്ടിട്ട് നമ്മുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് ഇറങ്ങണം. നാളെ ആദ്യക്കുട്ടിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവനൊരു ഗിഫ്റ്റ്, ഞാൻ ആദ്യക്കുട്ടനെ ഒരു ഡോക്ടർ സെറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ അത് വാങ്ങാൻ നോക്കി ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ കടയിലെ ചേട്ടനോട് ആദ്യം തന്നെ ചോദിച്ചു കേട്ടോ, വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ ഒരു കുഴപ്പമില്ല, എടുത്തോളാം പുള്ളി പറഞ്ഞു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഷോപ്പൊക്കെ അല്ല, പിന്നെ ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കയറി വീഡിയോ ഒക്കെ എടുത്തെന്ന് ഓർത്ത് ആദ്യം തന്നെ അങ്ങ് ചോദിച്ചിട്ടെടുക്കും. ഇനി നമ്മുടെ വീഡിയോ കാരണം വേറൊരാൾക്കൊരു പ്രശ്നം വരണ്ടല്ലോ. അപ്പം ഞാൻ കൈ കിട്ടിയൊരു ഡോക്ടർ സെറ്റും ഒക്കെ ആയിട്ട് ഇതേണ്ട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ താല്പര്യം. ഞാൻ ആ കടയിൽ കയറിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനിവനൊരു ഡോക്ടർ സെറ്റ് വേണമെന്നായിരുന്നു പറഞ്ഞതേ, നാളെ ദിവസം പറഞ്ഞതാ. അപ്പം ഞാൻ അത് ഓർത്ത് വെച്ചൊന്ന് കയറിയിട്ട് ഡോക്ടർ സെറ്റ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. പിന്നെ ടാങ്കർ നോക്കിയിട്ട് അതും വലിയ രസമൊന്നുമില്ല. ഞാൻ ആ ഡോക്ടർ സെറ്റും കുറച്ച് ബലൂണും ഒക്കെ മാത്രം ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നടക്കുക, വീടെത്താറേ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം ആദ്യക്കുട്ടൻ ഇത് ഇഷ്ടപ്പെടുമോന്നൊന്നും അറിയത്തില്ല. ഇനി ടോയ്സ് ആവശ്യത്തിൽ അധികമാണ് അവിടെ. ചുമ്മാ ഇങ്ങനെ ഇടയില്ല രോയി കാരണം. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇത് മതി, ഡോക്ടർ സെറ്റ് തന്നെ മതിയെന്ന് ഓർത്തേ. അങ്ങനെ അത് മാത്രം എടുത്തു. ഞാനൊരു പാലമൊക്കെ മേടിച്ച് നമ്മുടെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. മല കയറുക. ഇത്ര നടന്നു വന്നിട്ട് ഈ സ്റ്റെപ്പ് കൂടെ കയറുമ്പോഴത്തേനും ഒരുപാട് വരും മനുഷ്യർ. ലിഫ്റ്റല്ലാണ് എനിക്ക് കയറാൻ പേടിയാണ്. ഇൻ കേസ് പെട്ടുപോയാൽ അയ്യോ ഇങ്ങോട്ട് കയറുന്ന പോകത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ വന്ന് കയ്യോണെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നേ. അപ്പം ആദ്യം തന്നെ അതങ്ങ് കൊണ്ടുപോയി മിഷീനകത്ത് ഇട്ടിട്ട് പിന്നെ ഞാൻ നേരെ കയറി കുളിച്ചു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇനി കുറേ പരിപാടിയുണ്ട്, കുറച്ച് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വീർപ്പിച്ച് കെട്ടണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒന്ന് ക്ലീനിങ് ഉണ്ട്. അപ്പം പിന്നെ ഞാൻ നേരെ കയറി കുളിച്ച് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്കുവാണെന്ന് പിന്നെ ആ പരിപാടിയൊക്കെ കഴിയുമല്ലോ. അപ്പം പിന്നെ ബാക്കി കാര്യം നോക്കാമല്ലോ. അപ്പം ഞാനുണ്ടല്ലോ ആര്യക്കുട്ടൻ്റെ സ്കൂളിൽ പോവുകയാണേ. 3 മണി 2:45 രാവിലെ ഈ പറഞ്ഞ പോലെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തേത് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. ഭയങ്കര കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്തോ ഒരു ക്ഷീണം. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ 2:45. അപ്പം ഞാൻ വീണ്ടും ഒരുങ്ങിക്കെട്ടി സ്കൂളിലോട്ട് പോകണേ. രാവിലത്തെ അതേപോലെ തന്നെ ഇരിക്കുന്നല്ലേ, അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഞാൻ ക്ലീൻ ആക്കിയതാ. കാണിച്ചു അച്ഛൻ ചോക്ലേറ്റ് കിട്ടിയത് ആരെന്നതാ? അമ്മയ്ക്കാണോ? അയ്യേ. പിന്നെ നേരെ ആദ്യക്കുട്ടനെ വന്നപ്പോൾ തന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ചങ്ങ് കുളിപ്പിച്ചു കേട്ടോ. തലയും അങ്ങ് കുളിപ്പിച്ചു. ഇനിയിപ്പം ഇവന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തുവല്ലോ ഒന്ന് ഉണ്ടാക്കണം. ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തേലും ഉണ്ടാക്കണം. അപ്പം പിന്നെ ഞാൻ അതിന് മുന്നേ നാളത്തേന് സോയാബീൻ ആക്കാമെന്ന് ഓർത്തു. ഇവർക്ക് ചോറിനോ ചപ്പാത്തിക്കോ എന്തിനെങ്കിലും ആക്കിയിട്ട് സോയാബീൻ കറി ഇതിനെല്ലാം പറ്റുമല്ലോ. അപ്പോൾ കുറച്ച് സോയാബീൻ ഓർത്തപ്പോൾ തന്നെ കൈയോടെ കുറച്ച് വെള്ളവും തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് വെന്ത് അരിഞ്ഞു വെച്ചേക്കുവാണെന്നുണ്ടെങ്കിലേ രാവിലെ തന്നെ എളുപ്പമുണ്ടല്ലോ. ഞാൻ എല്ലാം ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതേണ്ട അതിനുള്ള സോയാബീൻ എടുത്തത് വെള്ളത്തിട്ടു. ഇനിയിപ്പോൾ ഇവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കാമെന്ന് ഓർത്തേ. അത് അവന് വലിയ ഇഷ്ടമാണ്. ഞാൻ നേരത്തെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോഴത്തെ സോയാബീനുള്ള വെള്ളം തിളച്ചിടും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തിളപ്പിച്ചിട്ട് വെള്ളം അങ്ങ് നേരെ അതിനകത്തോട്ട് ഒഴിച്ചിടുക. കുറച്ച് നേരം അടച്ചു വെച്ചേക്കും. അല്ലാതെ ചിലർ ഇങ്ങനെ അതേപടി അതിനകത്തിട്ട് വെന്തെടുക്കണം. ഞാൻ അങ്ങനെ ചെയ്യാറില്ലേ. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഞാനിത് നമ്മുടെ മൈദാമാവ്, ഇതത്ര ഹെൽത്തി അല്ല, ബാക്കി സാധനം എല്ലാം ഹെൽത്തി ആയിട്ട് മൈദ ഒഴിച്ച് ഗോതമ്പിട്ടാൽ മതിയായിരുന്നു. പിന്നെ ഗോതമ്പിനെക്കാട്ടിലും ടേസ്റ്റ് മൈദ ഇടുമ്പോഴായിട്ട് ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മൈദ തന്നെ അങ്ങ് എടുത്തു. ഇടയ്ക്കൊക്കെ ആകാം അല്ലോ, എപ്പോഴും ഗോതമ്പാണല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം മൈദ മാവ്, പിന്നെ അതിനകത്തോട്ട് നമ്മുടെ റോബസ്റ്റ പഴമില്ലേ, റോബസ്റ്റ പെനാങ്ക്, അതിലേതെങ്കിലും ഒരു പഴം. നമ്മൾ പിന്നെ അതിൻ്റെ അളവ് നമ്മൾ പൊടിയെടുക്കുന്ന പോലെ ഞാൻ കുറച്ച് പൊടി എടുത്തുകൊണ്ട് പഴം ഫുൾ ഇട്ടില്ലേ, ഒരു 1/4 പഴം, പിന്നെ ഒരു മുട്ട, കുറച്ച് പഞ്ചസാര, ഒരു നുള്ളുപ്പ്, പിന്നെ വേണമെന്നുണ്ട് നമ്മുടെ വാനില എസൻസ് കൂടെ ഒഴിക്കാമായിരുന്നു. ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചില്ല. പിന്നെ പാലാണ് കേട്ടോ ഞാൻ ഇതിനെ അരയ്ക്കാൻ വേണ്ടി ചേർത്ത, വെള്ളമല്ലേ.
അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വേണ്ട അരച്ച് കഴിഞ്ഞ് നല്ല ആയെന്നോർത്ത് ഇളക്കി നോക്കിയപ്പോഴത്തേനും അടിയിൽ മാവിരിപ്പുണ്ടായിരുന്നു ഇളകാതെ. പിന്നെ ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാല് കൂടെ കേട്ടോ, വീണ്ടും ഞാൻ പാല് തന്നെ കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചത്. വെള്ളം ഒഴിച്ചില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഞാൻ കൊച്ചിന് കൊടുക്കാനൊക്കെ ആണല്ലോ എന്നോർത്ത്. പിന്നെ മൈദ ആയതുകൊണ്ട് ഹെൽത്തി അല്ല, എന്നാലും കുറച്ച് പാലും കൂടെ അങ്ങ് ചേർത്ത് വീണ്ടും ഇതേ അതങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാകമായിട്ടുണ്ട്. ഇത്ര അരച്ചാണ് നമ്മുടെ ഈ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു പാകത്തിന് ഒന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാനയിൽ സാധാരണ നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താൽ മതിയേ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ചിലർ ഞാൻ ഇത് വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് ചുടുന്നത്. ഞാനിത് അടച്ചു വെച്ചല്ല, ദോശ ചുടുന്ന പോലെ തന്നെ അങ്ങ് ചുട്ടത്. അപ്പം ഞാൻ ആദ്യമേ ഓർത്ത് കുഞ്ഞാക്കി ഉണ്ടാക്കണമെന്ന് ഓർത്തായി കുഞ്ഞു തവി എടുത്തിട്ട് ശകലം ഒഴിച്ച്. നേരത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയായിരുന്നു, കുഞ്ഞായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്കൊരു രസമാണല്ലോ, എന്താ ചെറുതായിട്ടൊക്കെ ആകുമ്പോഴത്തേനുമേ. ഇന്ന് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് അങ്ങ് തീർക്കാൻ ചെറുതായിട്ട് ഉണ്ടാക്കാൻ നിന്ന കുറേ നേരം അവിടെ നിൽക്കണം. ഓൾറെഡി എനിക്കും വിശക്കുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാമെന്ന് ഓർത്താണ് ഞാൻ ഉണ്ടാക്കി കേട്ടോ, അതിക്ക് മാത്രമല്ലേ. അപ്പോൾ പിന്നെ അതേണ്ട ഞാൻ അങ്ങനെ വലുതായിട്ട് തന്നെ അങ്ങ് ചുട്ടെടുത്തു. അപ്പോൾ ഇത് പിന്നെ ഇച്ചിരി നെയ്യ് പാനലോട് തൂത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ദോശ പോലെ തന്നെ. അത് കരിഞ്ഞതല്ല കേട്ടോ, നമ്മൾ പഴം ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പഴം ചേർക്കുമ്പോൾ പെട്ടെന്നൊന്ന് കളറ് ചേഞ്ച് ആവും. അങ്ങനെ വേണ്ട അത് ചുട്ട് ഓരോന്നും ബാക്കിയും ചുടുവാണ്. അപ്പം നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് ഒന്ന് മറിച്ചൊക്കെ ഒന്ന് കാണിച്ചാൽ നല്ല സോഫ്റ്റ്. ഒരു മുട്ടയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. മുട്ട ചേർത്ത പലഹാരമൊക്കെ നല്ല സോഫ്റ്റ് ആണല്ലോ. പിന്നെ മൈദ ഓൾറെഡി സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ എന്നാലും എല്ലാം മൊത്തത്തിൽ ഒരു സോഫ്റ്റ് കളിയാണ്. അപ്പം പിന്നെ ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര അധികം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് മതി. പിന്നെ ഞാൻ കുറച്ച് ഹണി കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തേ. ആ ഹണി പറഞ്ഞ പോലെ ഹണി തേനീച്ച അറിഞ്ഞിട്ട് പോലും കാണത്തില്ല, അത് എങ്ങാണ്ട് പഞ്ചസാര കലക്കിയതാണെന്ന് തോന്നുന്നത്. അത് ഈ ഡാബറിൻ്റെയാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഒറിജിനൽ ഹണി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം അത് ഇതുകൂടെ കണ്ടപ്പോഴാണ്, ഒറിജിനൽ നമ്മൾ ഈ തേനീച്ചപ്പെട്ടിന്ന് ഇങ്ങനെ എടുക്കുമല്ലോ, അവിടുന്ന് മേടിച്ച് അച്ഛൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അത് കാണുമ്പം ഇതും കൂടെ കാണുമ്പോൾ അറിയാം ഇത് പഞ്ചസാര കലക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ ചില്ലുകുപ്പിയിലെ ഒരു പ്രാവശ്യം ഇതുപോലെ കുറച്ച് നാൾ കൂടി ഒന്ന് തീരാറായ കുപ്പി എടുത്ത് നോക്കിയപ്പോഴത്തേനും അടിയിൽ ഇങ്ങനെ കട്ടി പോലെ നമ്മുടെ പഞ്ചസാര അടിഞ്ഞിരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി ഇത് തേനീച്ച അറിഞ്ഞിട്ടുള്ള കളിയൊന്നുമല്ല, എങ്ങാണ്ട് പഞ്ചസാര കലക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇന്ന് അത് തന്നെ ഒഴിച്ചു. ഒറിജിനൽ തേനിനെക്കാട്ടിലും പഞ്ചസാര ഏതായാലും ഇതുപോലത്തെ സാധനമാണല്ലോ, അപ്പോൾ ഏതായാലും കുറച്ച് പഞ്ചസാര ഇട്ടത്, അപ്പോൾ ബാക്കി ഇത് തന്നെ ആവട്ടെ എന്ന് ഓർത്തു. അങ്ങനെ അത് ഒഴിച്ച് ഞാനും ആദ്യക്കുട്ടനും വന്നിട്ടൊന്ന് റോളാക്കി ചുരുട്ടി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ, വയറും നിറയും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേ എന്താണ് ഞങ്ങൾക്ക് ഒരു ചായയും കൂടെ ഞാൻ എടുത്തായിരുന്നേ. ചായയും എടുത്ത് അതവിടെ ആദ്യക്കുട്ടനും കൊടുത്തു, എൻ്റേതും അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് പിന്നെ നേരെ സോയാബീൻ അപ്പോഴത്തേനും ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് നമ്മുടെ അന്നത്തെ ആ കത്തി ഞാൻ അന്നൊരു ദിവസം എടുത്തില്ലേ വീഡിയോയിൽ, അത് പിന്നെ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് സോയാബീനൊക്കെ ആകുമ്പോൾ വലിയ കനമില്ല, ചെറുതുമാണല്ലോ എന്നോർത്ത് വീണ്ടും ഒന്ന് അരിയാൻ എടുത്തപ്പം അത്തരം ഇങ്ങനെ ഒരു കളർ ചേഞ്ച്, ഒരുമാതിരി തുരുമ്പ് പിടിച്ചോ, പക്ഷെ തുരുമ്പല്ലെന്ന് തോന്നുന്നു, എന്തോ ഒരു കളർ അതിങ്ങനെ തുടയ്ക്കുമ്പോഴത്തേനും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് കഴുകിക്കൊണ്ട് വന്നു, ഇനി തുരുമ്പ് വയറ്റി ചെല്ലണ്ടെന്ന് ഓർത്ത്. എന്നിട്ട് പിന്നെ സോയാബീൻ എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഒന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രാവിലെ നേരെ എടുത്ത് കുക്ക് ചെയ്ത് വെച്ചാൽ മതി, എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാൻ സോയാബീൻ തീരെ ചെറുതായിട്ട് ചിലപ്പോൾ അരിയും, പിന്നെ സമയം അനുസരിച്ച്. ഇന്നിപ്പോൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് ഓർത്തിട്ട് ഇത്രയാക്കി, അല്ലെന്നുണ്ടെ പൊടിയായിട്ട് അരിയും കേട്ടോ. എനിക്കൊരു തീരെ കുഞ്ഞാക്കി അരിയുമ്പോഴത്തേനും അതിനൊരു ടേസ്റ്റ് കൂടുന്നതാണ്, കാരണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ. പിന്നെ ഇതിനകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തിളയ്ക്കുന്ന സമയത്ത് വെള്ളം ഇതിനകത്ത് ഒഴിക്കുമല്ലോ, ആ കൂടെ തന്നെ ഉപ്പും കൂടി ഇടും, അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപ്പ് പിടുത്തമില്ലാത്ത പോലെ എനിക്ക് തോന്നും. അപ്പം അതെല്ലാം കഴിഞ്ഞതേ പിന്നെ സന്ധ്യ ആവാറായപ്പോഴത്തേനും വിളക്ക് കത്തിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട നാളെ ആദ്യക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം നമ്മൾ കേക്ക് വാങ്ങും, എന്നാലും ഞാൻ ഈ ഇടയ്ക്ക് ഒരു കേക്ക് മോൾഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാം. മറ്റേ ഞാൻ സ്ഥിരം ഉണ്ടാക്കുമായിരുന്നു, പ്ലം കേക്കും മാർബിൾ കേക്കും എല്ലാം ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ കുറേ ആയി. അപ്പോൾ പിന്നെ ഏതായാലും മോൾഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് ഏതായാലും ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് വേണ്ട എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് പോയി കേട്ടോ. അത് വെച്ച പാത്രം അളവ് ശരിയായിട്ടുണ്ടായില്ല, നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പം വെച്ചിരുന്ന അടപ്പ് വന്ന് മണ്ടയെ മുട്ടി. അങ്ങനെ എൻ്റെ കേക്ക് ഫ്ലോപ്പ് ആയതിൻ്റെ ഒരു വിഷമമായിട്ട് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതിൽ ഞാൻ സമാധാനിക്കുന്നു.
അങ്ങനെ എന്തായാലും കേക്കിൻ്റെ ഷേപ്പ് ഇത്. എന്നാലും എനിക്കത് കാണുമ്പോൾ സങ്കടം വരും. ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ കേക്കൊക്കെ അവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഇനിയിപ്പം നാളെ മുറിക്കാമെന്ന് ഓർത്തു. ഇതുപോലത്തെ കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിറ്റേന്നോ ഒക്കെ മുറിക്കുമ്പോഴോ ഒന്നുകൂടെ ടേസ്റ്റ് വരുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.